രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ പറമ്പിലോട്ടാട്ടോ ഇറങ്ങിയത് ഞാനും അമ്മയും കൂടെ. കാരണം ചെടികളൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറേ കൃഷികളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഈ പുല്ലും അതുപോലെ തന്നെ കുറേ ചെടികളും അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇറങ്ങിയ സമയം ഒരു 9:45 ആയിട്ടുണ്ട്. അത് കാരണം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പയറുമ്പോൾ കുറച്ച് പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കൊട്ടയ്ക്ക് എടുത്ത് പയർ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അതൊരു ചെറിയ ഉപ്പേരിക്കുള്ളത് കിട്ടും നമ്മുടെ ഇവിടെ. നമുക്ക് നാടനായതുകൊണ്ട് തന്നെ കുറച്ചായാലും നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പയർ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വേഗം പൊട്ടിച്ചെടുത്തു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉറുമ്പൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കട്ടുറുമ്പിൻ്റെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പയർ ചെടി ആകെ നാശമാവും. അപ്പോൾ ഞങ്ങൾ കൂമ്പൊക്കെ എടുത്ത് കറി വെക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ പയർ കൂമ്പ് തോരൻ വെക്കും. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വെക്കണം എന്നുണ്ട്. ഉറുമ്പൊക്കെ കുറച്ചും കൂടെ അധികം ആവുമെന്ന് വെച്ചാൽ പയർ ചെടി കേടാവുന്നതിന് മുമ്പ് തന്നെ കൂമ്പൊക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു 2 കടയമേൽ പയറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അധികം വലിപ്പം വെച്ചിട്ടില്ല, കാരണം നമ്മുടെ വയലറ്റ് പയർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ കുറച്ചും കൂടെ വലുപ്പമേ വെക്കുകയുള്ളൂ. പച്ചപ്പയറൊക്കെ ആണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമാണ്. നമുക്കൊരു 2 എണ്ണം തന്നെ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം സംഭവം ഉണ്ടാവും. അപ്പോൾ അത്രയും വലുതാണ്. അപ്പോൾ അത് കാരണം കാപ്പിപ്പയർ കാരണം ഞാൻ എന്ത് ചെയ്തു, ചള്ളൊക്കെ നോക്കി പൊട്ടിച്ചെടുത്തു കേട്ടോ. ഏതായാലും ഉപ്പേരി വെക്കുമ്പോൾ ഇനി ബാക്കി നിർത്തണ്ടെന്ന് വിചാരിച്ചു. ചള്ളൊക്കെ നോക്കി പൊട്ടിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് പച്ചമുളകൊക്കെ മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ കുറച്ച് പാവാനായിട്ട് എടുത്ത് വെക്കണം. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കും വേണ്ടി കുറച്ച് ഉണക്കി എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞി മുളകുകളൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ കറിക്ക് വേണ്ടി പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു പയർ ചെടി ഉണ്ടായിരുന്നു. അതുപോലെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പയറുണ്ടായി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാനിതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കാന്താരി മുളകുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ വെള്ളമുളകും അത്യാവശ്യം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി കാച്ചാനായിട്ട് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തു. പിന്നെ വേപ്പില ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ വീട്ടിൽ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേപ്പില പിന്നെ പൊട്ടിക്കാൻ നിന്നില്ല. പച്ചമുളക് കാന്താരി മാത്രം കുറച്ച് പൊട്ടിച്ചെടുത്തു കറിയൊക്കെ ഒന്ന് കാച്ചാനായിട്ട്. ഈ സൈഡിൽ കുറച്ച് കാന്താരി ഉള്ളൂ. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഇഷ്ടം പോലെ കാന്താരി മുളക് നമ്മൾ കറിയിലിടാനും അതുപോലെ തന്നെ വെള്ളമുളക് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ. അപ്പോൾ അത്യാവശ്യം വലിപ്പം ചെന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് വെക്കും. പിന്നെ നോക്കിയപ്പോൾ കാശിത്തുമ്പയും അത്യാവശ്യം വിത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടിച്ച് ആ ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടോ. അവിടെ തന്നെ നന്നായി മുളച്ചോളും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അധികം പൂക്കളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഇതാട്ടോ അതിൻ്റെ കളറ്. വൈറ്റ് ഉണ്ടായിരുന്നു. വൈറ്റ് ഇപ്പോൾ കാണാനില്ല. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ ഇന്നാൾ മുറിച്ച ചീരക്കടയമ്മ വിത്തായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരുമ്പി നോക്കിയപ്പോൾ അത്യാവശ്യം വിത്തൊക്കെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ചീരക്കൃഷിയൊക്കെ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം അപ്പുറത്തൊക്കെ ചീര നട്ട് തുടങ്ങാനായിട്ട്. അപ്പുറത്ത് കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് ഈ മഴ പെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമേ ചീര നടുള്ളൂ. അതുവരെ പയറും അതുപോലെ തന്നെ തക്കാളിയൊക്കെ മുളപ്പിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ ഇന്നൊക്കെ ആവശ്യമുള്ള കുറച്ച് പച്ചമുളകും പയറൊക്കെ പൊട്ടിച്ചെടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നോക്കിയപ്പോൾ കാന്താരി മുളക് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളമുളക് ഞാൻ നോക്കിയപ്പോൾ മൂത്തത് 2 എണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു പാവാനായിട്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും പൊട്ടിച്ചു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ചെടികളൊക്കെ വിത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മൂത്തത് കാരണം ഇത് തണ്ടൊക്കെ നല്ല കനം വെച്ചു കേട്ടോ. നമുക്ക് പൊട്ടിക്കാനായിട്ട് കിട്ടുന്നില്ല, അത്രയും കനമാണ്. പിന്നെ നമ്മൾ പാവുമ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള മുളക് വേണം നമ്മൾ പാവാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു വിത്തിൻ്റെ ആ ഗുണം കൊണ്ട് മാത്രമേ നമ്മുടെ തൈ നന്നാവുള്ളൂ. നമ്മൾ എപ്പോഴും ചെറിയ മുളകെടുത്ത് പാവിക്കഴിഞ്ഞാൽ നമ്മൾ മുളയ്ക്കുന്ന തൈക്കും അത്ര ഉഷാറുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള മുളക് മൂപ്പിക്കാനായിട്ട് നിർത്താൻ, എന്നിട്ട് പാവാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കുറേ പുല്ലൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് അവിടേക്ക് ഇടണം. അപ്പോഴാണ് നമ്മുടെ ചെണ്ടുമല്ലിയും അത്യാവശ്യം വിത്തൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു യെല്ലോ കളറാട്ടോ, ഒരു ലൈറ്റ് മഞ്ഞ ഷെയ്ഡ് പോലത്തെ ഒരു ചെണ്ടുമല്ലിയാണ്. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ അവിടേക്ക് ഒന്ന് പാവി കൊടുത്തതാണ്. അവിടെയൊക്കെ തനിയെ മുളച്ചോളൂ കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വിത്ത് വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. ആകാശമല്ലിയുടെ നമ്മൾ ഇടേണ്ട ആവശ്യം പോലും ഇല്ല, അത്രയും കാടായിട്ട് മുളയ്ക്കുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ആകാശമല്ലിയുടെ പൂവിനേക്കാളും നല്ല ഭംഗി ഉണ്ടാവുക നമ്മുടെ ചെണ്ടുമല്ലിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതലും ഇതിൻ്റെ വിത്താട്ടോ പാവൽ. പിന്നെ ഇവിടെ വേറൊരു കളറുണ്ട്, ഇതൊരു ലൈറ്റ് കളറാണ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു ഡാർക്ക് മഞ്ഞയുണ്ട്, അതൊന്ന് പാവണം.
അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നേരമായി. അപ്പോൾ ഏതായാലും കുറച്ച് ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ് കുടിച്ച് അത്യാവശ്യം നല്ല ദാഹം ഉണ്ടായിരുന്നു. പുറത്തൊന്നാമത് അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. എത്ര മണിയെന്ന് ഞാൻ കാണിച്ചു തരാം. 12:07 ആയിട്ട് ഇപ്പോൾ സമയം.